കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ കൃത്യമായിട്ട് ഈ കാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഒറിജിനൽ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ചിന്ത, ആ കോൺസെപ്റ്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മുടെ സ്പിരിച്വൽ മേഖലയ്ക്കകത്തും ആത്മീയ മേഖലയ്ക്കകത്തും നല്ലതും തീയതുമുണ്ട്. ഉയർച്ച, താഴ്ച, നെഗറ്റീവ്, പോസിറ്റീവ്, നീളം, വീതി എന്നിവയൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് സ്തോത്രം. നമ്മളിതിനെ ഒരു സാധാരണ മേഖലയിൽ തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ടതുമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതും ആവശ്യമാണ്. ഇപ്പോൾ കള്ളപ്രവാചകന്മാർ ഈ കാലഘട്ടത്താണോ ഉള്ളത്? ഇല്ല. ബൈബിളുള്ള കാലം മുതൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ആരംഭം മുതലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് കള്ളപ്രവാചകന്മാരുടെ ഒരു നിര അക്കാലം മുതലേ ഉണ്ട്. ഇപ്പോഴും അത് ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ നല്ലതില്ലെന്നാണ് അതിൻ്റെ അർത്ഥം? ഇല്ല, നല്ലതുണ്ടും താൻ എന്നതുപോലെ സുവിശേഷത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ യേശുവിൻ്റെ സത്യമായ സുവിശേഷത്തിൻ്റെ ശക്തി ഉള്ളപ്പോൾ തന്നെ യേശുവിനെ കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ആഴത്തിൽ പറഞ്ഞ് നമ്മുടെ നന്മയ്ക്കും നേട്ടത്തിനും വേണ്ടി മാത്രം അതിനെ ഉപയോഗിക്കുന്ന ഒരു സമൂഹം യേശുവിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തുണ്ടായിരുന്നു. ഈ 2025 ആണ്ടിലും അത് ഉണ്ടെന്നുള്ളത് സത്യമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്ന ഒരു വാണിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന വണ്ണം ഇല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ദൈവം നമ്മളെ വിളിച്ചത് കൃത്യമല്ലേ? കർത്താവിൻ്റെ വിളി വ്യക്തമല്ലേ? അപ്പം ആ വിളിച്ച ദൈവീക വിളിയിൽ നിന്ന് വേറൊരു സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക്, എന്തുവാ അതിൻ്റെ അർത്ഥം? എന്തുവാ ഈ മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു തലമുണ്ടോ എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ടതല്ലേ? അപ്പം ഇവിടെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സമൃദ്ധി മാത്രം, കഷ്ടതയില്ല, ഞെരുക്കമില്ല, വേദനയില്ല, പ്രയാസമില്ല, പ്രീശലോ എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ്സുകളുണ്ട്. പ്രീശലോ എന്ന് പഠിപ്പിക്കുന്ന ഇല്ലെങ്കിൽ പ്രോസ്പെരിറ്റി തിയോളജി അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു ചിന്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ പല മേഖലകളിൽ നിന്നും എന്ത് ചെയ്യാണ്? മുഴങ്ങുകയാണ്. ഒന്നുകൂടെ ഇറങ്ങി പറയാം. വേർപാടുപദേശം ബൈബിളിൻ്റേതാണ്, വ്യക്തമായിട്ട് ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ അങ്ങനെയൊന്നും വേണ്ട, വേർപാടുപദേശം വേണ്ട, ഇല്ലെങ്കിൽ ഏത് രീതിയിലും നമുക്ക് ജീവിക്കാം, ഏത് രീതിയിലും നമുക്ക് നടക്കാം എന്ന് പഠിപ്പിക്കുന്ന സ്പിരിച്വൽ ലീഡേഴ്സിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയെല്ലാം ഇതൊക്കെയാണ് വേറൊരു സുവിശേഷമെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയത്. ആ കാലഘട്ടത്തിൽ സ്തോത്രം ന്യായപ്രമാണങ്ങളില്ലെങ്കിൽ ദൈവവചന ഉപദേശം പഠിപ്പിക്കേണ്ട എന്ന് ഒരു കൂട്ടർ ഗലാത്യ സഭയെ സ്വാധീനിക്കത്തക്ക രീതിയിൽ പഠിപ്പിച്ചപ്പോൾ ആ തലത്തിലേക്ക് ഗലാത്യ സഭ ആകർഷിക്കപ്പെടുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, വേഗത്തിൽ, ഇത്ര വേഗത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പം വേർപാട് സഭകളിലെ ആൾക്കാരേക്കാൾ കൂടുതൽ സ്തോത്രം ഇങ്ങനെയുള്ള ദുരുപദേശം പ്രചരിപ്പിക്കുന്ന സഭകളിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടിവരവുകളിൽ ആൾക്കാർ കൂടുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അപ്പം എൻ്റെ അർത്ഥം എന്തുവാ? അതാണ് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന്, ദൈവകൃപയുടെ സുവിശേഷത്തിൽ നിന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് വേഗത്തിലാണ് ആൾക്കാരെന്ത് ചെയ്യുന്നത്? മാറുന്നത്. പ്രീശൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്യാണ്? ആശ്ചര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, ഈ കാലത്ത് സത്യസുവിശേഷത്തെ നമ്മൾ മുറുകെ പിടിക്കണം. യേശുവിൻ്റെ കൃപയിൽ നിന്ന്, സത്യവചനത്തിൻ്റെ യഥാർത്ഥ ഉപദേശത്തിൽ നിന്ന് ആരാണോ നമ്മളെ വഴിതിരിക്കാൻ നോക്കുന്നത് ഇല്ലെങ്കിൽ ആരാണോ നമ്മളെ വഴിതെറ്റിച്ച് ദൈവരാജ്യത്തിൽ നിന്ന് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയാതെ ദൈവിക സ്തോത്ര ഉറപ്പിനകത്ത് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഉപദേശത്തിനകത്ത് സത്യസുവിശേഷത്തെ പാലിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിനെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.